ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടൊരു ഘടകമുണ്ട്. അതായത് നമ്മളെല്ലാം നല്ല റിലേഷൻഷിപ്പിലാണ്. ഇപ്പം ഭാര്യയും ഭർത്താവും ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് മത്സരിക്കുന്നവർ തമ്മിലാണെങ്കിലും നല്ല റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിലെല്ലാം വേണ്ട ഒരു അടിസ്ഥാന ഘടകം ഇവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കണം. ഇന്നും പതിവ് പോലെ അതുപോലത്തെ ചുണക്കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മുന്നേ ലെറ്റ്സ് വെൽക്കം ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോയിങ് ബോയിങ്. നമുക്ക് സ്വാഗതം ചെയ്യാം ടീം എ ആൻഡ് ടീം ബി. വെൽക്കം. ടീം എയിൽ ആദ്യം പരിചയപ്പെടേണ്ടത് വളരെ അമൂല്യമായ ഒരു ഘടകമാണ് ഈ കുട്ടി. സുന്ദരി. ആ കുട്ടിയുടെ പേരാണ് അമൂല്യമായ ഒരു കുട്ടിയാണ് അമൂല്യ. അമൂല്യ എന്താ ചെയ്യുന്നത്? ഞാന് സീരിയല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം സിനിമ ഒരു 5 മൂവി ചെയ്തു, റിലീസ് ആവാൻ പോകുന്നു. ഏതൊക്കെ സിനിമകളാണ്? ഇസ്രാഖിന്റെ ഇതിഹാസം, റിക്ഷാക്കാരൻ, പവനായി, ബിഗ് സല്യൂട്ട്. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അങ്ങനൊന്നും ഇല്ല, ഇനി വേണം കേറി വരാൻ. നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെയൊക്കെയാണ് നമ്മൾ കേറി വരുന്നത്. ഈ കുട്ടിയാണ് കേറി വരാതിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കൂ. അമ്മ എങ്ങനെ സഹിക്കുന്നതിന്? ഒരു ബെസ്റ്റ് റെസ്ലറാണ്. ഗുസ്തിയിൽ 2 സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ? ഗുസ്തിയിൽ വേണമെങ്കിൽ എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പ് കാണിക്കാം. ഓടിയോ. ബോക്സിംഗാരൊക്കെ വന്നിട്ടുണ്ട്, കരാട്ടക്കാർ വന്നിട്ടുണ്ട്, കളരിപ്പയ്ക്ക് വന്നിട്ടുണ്ട്, കിക്ക് ബോക്സിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒരു ഗുസ്തിക്കാരിയുടെ കുറവുണ്ടായിരുന്നു. ലാലേട്ടൻ ആരാ? ഗുസ്തിക്കാരനല്ലേ? എനിക്കറിയില്ല. അറിയില്ലേ? ലാലേട്ടൻ കഴിഞ്ഞ് ഹരിയാനയിൽ പോയ നെക്സ്റ്റ് ടീം ഞങ്ങളായിരുന്നു. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഷാഡോ ഗുസ്തി ചെയ്താലോ? എന്റെ കൂടെ ഒരാൾ ഗുസ്തി പിടിക്കാനുണ്ടെങ്കിൽ ഞാനിപ്പോ പിടിക്കുന്ന ആളിന് ഗുസ്തി അറിയണ്ടേ? ഗുസ്തി അറിയണമെന്നില്ല, ഞാൻ ത്രോ ചെയ്യുന്ന. എനിക്ക് നാടൻ തല്ലറ എടുത്ത് കമഴ്ത്തിയിട്ട് അങ്ങ് ഉരുട്ടി അവിടെ ഇടും. നാടൻ തല്ലൊന്നും എന്റെ അടുക്ക ഒരു രക്ഷയില്ല. ഓക്കെ, ഗുസ്തിക്ക് ഞാനൊരു ചെറിയ സപ്പോർട്ട് തരാം. ഓക്കെ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ? അതായത് ഞാൻ ഇടിക്കാൻ വരുമ്പോൾ നീ തൊഴുകൊണ്ടിരിക്കണം. നിൽക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പിന്നെ ഒരു പ്ലേ ഇങ്ങനെ അടിയുണ്ടോ? അങ്ങനല്ല ഇരിക്കുന്ന, പിന്നെ ചിയേഴ്സ് പറയില്ലേ? ഹോൾഡ് ചെയ്യാ. ഹോൾഡ് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നീ കൂമ്പിലടിക്കുവോ? അല്ല, എനിക്ക് ഇത്ര ഹൈറ്റ് ഉള്ള ആളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കും. അയ്യോ, നോക്കാം. എനിക്ക് അല്ല, അപ്പൊ ഓപ്പോസിറ്റ് ആള് ഇതുപോലെ കാല് പൊക്കാൻ കറക്കായിട്ട് നിൽക്കുവോ? ഗുസ്തി അറിയില്ല. അതാണല്ലോ മത്സരം, നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാല് വാരലാണ് പരിപാടി. അങ്ങനൊന്നും ഇല്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുട്ടി ഗുസ്തി കാണിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷം. നീ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ കാല് വീണ്, നീ ചെയ്ത പാപങ്ങൾ മൊത്തം ചെയ്തു. ഞാൻ പിടിച്ചത് എന്റെ കാലിലെ കുട്ടി പിടിച്ചത്. കാല് പിടിച്ചത്. ഗുസ്തിക്കാർക്ക് നല്ലൊരു കൈയടി. ശരി, താങ്ക് യു. ഇതെല്ലാം ഗുസ്തി പിടുത്തവും മൽപ്പിടുത്തവും കണ്ടുകൊണ്ട് ഒരു കുട്ടി ഇരിക്കുകയാണ്. ഈ ടീമിൽ തന്നെ വന്ന് പെട്ടെന്ന് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ആ കുട്ടി ഇരിക്കുന്നത്. ആ കുട്ടിയുടെ പേരാണ് മുബീന. സ്വാഗതം. മുബീന എവിടുന്നാ വരുന്നത്? മലപ്പുറംകാരിയാണ്. എന്താ ചെയ്യണേ മുബീന? നഴ്സായിരുന്നു, ഇപ്പം 1.5 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഫിലിമിലെ നഴ്സാണോ? അല്ല. അടുത്ത ടീം എയിൽ നിന്ന് പരിചയപ്പെടാൻ പോകുന്നു. അത് നല്ല ഷൈൻ ചെയ്തിരിക്കുന്ന കുട്ടിയാണ് ഷൈനി. ഞാനിപ്പോ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ ആർട്ടിസ്റ്റ് ആണ്. മുന്നേ എന്തായിരുന്നു? മുന്നേ ഹൗസ് വൈഫ് ആയിരുന്നു. ഹൗസ് വൈഫിൽ നിന്ന് ആർട്ടിസ്റ്റിലേക്ക് പോയി. പൊതുവെ ആർട്ടിസ്റ്റുകളാണ് ഹൗസ് വൈഫ്. കെട്ടിയോടെ കളഞ്ഞിട്ടാണ് ആർട്ടിസ്റ്റ് ആയത്? അല്ല, കെട്ടിയോ സ്കൂൾ അധ്യാപകനാണ്. ഇപ്പൊ ഏതാ ലാസ്റ്റ് സിനിമയൊക്കെ ചെയ്തത്? ലാസ്റ്റ് ചെയ്തത് ലാൽജോ സാറിന്റെ 41 എന്നുള്ള നല്ല ക്യാരക്ടർ. 41. അതെ. ഓക്കെ, അടിപൊളി. താങ്ക് യു. സൂപ്പർ. ടീം എ പരിചയപ്പെട്ടു. ടീം ബിയിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിന്റെ ടീമിൽ നീ കംപ്ലീറ്റ് സിനിമ നടിമാരെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടീം ബിയിൽ നിന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ദാറ്റ് ഈസ് അശ്വതി. അശ്വതി ഒരു സ്റ്റുഡന്റ് ആണ്. അശ്വതി എവിടെ പഠിക്കുന്നത്? ഞാൻ +2 പഠിക്കുന്നത്. എവിടെ സ്ഥലം? എളമക്കര, എറണാകുളം. എറണാകുളത്ത് പഠിക്കുന്നത്. എളമക്കര. ഓക്കെ. എറണാകുളത്ത് നിന്ന് ആരാ കൂടെ വന്നിരിക്കുന്നത്? എന്റെ ആന്റി വന്നിട്ടുണ്ട്. ആന്റി എവിടെ ഉണ്ട്? ആന്റി എവിടെ ഉണ്ടല്ലോ? മൈക്ക് ഒന്ന് കൊടുത്തേ. ആന്റി ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. പഴയ സിനിമ നടി അംബികയുടെ ലുക്ക് ഉണ്ട്. എന്റെ ദൈവമേ, ഇല്ലേ? ആന്റിക്ക് അത് കേട്ടപ്പോ സന്തോഷമായി. മുഖത്ത് 100 വോൾട്ടിന്റെ ബൾബ് തിളങ്ങുമ്പോൾ തിളങ്ങുക. അംബിക ഇങ്ങനെ ചിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ തിളങ്ങും. ആ സംഭവത്തെ 30 റിയയും അശ്വതി മത്സരിക്കുമ്പോ ആരാ ജയിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനൊന്നുമില്ല, കഴിവുള്ള ആരാണ് അവര്. പക്ഷെ രണ്ടുപേരും എന്റെ ടീമിലാണ്. രണ്ടുപേരും ജയിക്കണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ, അപ്പൊ അശ്വതി അതിന്റെ കൂട്ടത്തിൽ പറയാൻ, അശ്വതി ഒരു അടിപൊളി ഡാൻസർ ആണല്ലേ? എന്തൊക്കെ പോരും. നമ്മൾ ഡാൻസേഴ്സ് ചുമ്മാ ഓടിവാ. ഇവിടെ ഡാൻസേഴ്സ്, പാട്ടുകാർ, അങ്ങനത്തെ ഏത് കലാകാരന്മാർ വന്നു കഴിഞ്ഞാലും ഈ വേദി വെറുതെ അങ്ങനെ വിടാറില്ല. ഓക്കെ, മുരുക, കുട്ടിക്കാട് ഒരു മ്യൂസിക് പ്ലീസ്. അശ്വതിയുടെ നൃത്ത ചുവടുകൾ. பாட்டொன்னு பாட போறேன்டா, ஆடாம இருக்க முடியாதுடா, ஊரெல்லாம் விசிலு பறக்குதுடா, இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா.
பாட்டொன்னு பாட போறேன்டா ஆடாம இருக்க முடியாதுடா ஊரெல்லாம் விசிலு பறக்குதடா இது குத்தாட்டம் ராக்காட்டம் நீ கேளுடா ராக்குனா அங்க എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം? ഫിലിമിൽ അഭിനയിക്കണം എന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഡാൻസർ ആവണമെന്നുണ്ട്. നല്ലൊരു ഡാൻസർ ആണോ? ഡാൻസർ മീൻസ് ക്ലാസിക്കൽ ഡാൻസർ ആണ്? ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്. വെരി ഗുഡ്. എല്ലാവിധ ആശംസകളും ആഗ്രഹങ്ങളെല്ലാം നന്നായിട്ട് സഫലമാകട്ടെ. അടിപൊളി. താങ്ക് യു. താങ്ക് യു. So, അശ്വതിയെ പരിചയപ്പെട്ട സ്ഥിതിക്ക് അശ്വതിയുടെ കസിൻ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് റിയ. റിയ, വെൽക്കം. ഈ ഒരു കിടിലൻ ഡാൻസർ ആണല്ലേ? കൂടെ ആക്ടിംഗ് ഉണ്ട്. ആക്ടിംഗ് ഉണ്ട്. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ നായികരാണ്? നായിക ഐശ്വര്യ, DQ. DQ-നാണ് ഇഷ്ടം. DQ-ന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയ അനിയത്തേക്ക് കിട്ടിയ അടിച്ചു പൊളിച്ച നായികയായിട്ട് കൂടെ അത്രയും വേണോ? ആഗ്രഹല്ലേ? ആഗ്രഹത്തിൽ ആഗ്രഹിക്കാൻ പാടുണ്ടോ? DQ കൂടെ സമ്മതിക്കണ്ടേ? DQ കൂടെ സമ്മതിക്കണ്ടേ? ഡിക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ Okay, all the best. എനിക്കൊന്ന് മറ്റേ നിത്യാമേനോട് ഒരു കട്ടും കൂടി ഉണ്ട്. ആ Thank you. എനിക്ക് വയ്യ. ഇത് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കൊല്ലും. സോ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള്, ആ ആളുടെ കട്ടുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അയാള് കുറച്ചു ദിവസം മുമ്പുള്ള ബോയിങ്ങിന്റെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. ദേ ഇരിക്കണു. കണ്ടു. സോജി, ഇതാരാണ്? എന്റെ അനിയത്തി. കൊള്ളാം. അതായത് ഏറ്റവും കൂടുതൽ കുടുംബത്തിനകത്ത് എനിക്ക് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ സവാരിഗിരിയിൽ മത്സരിച്ച് രണ്ടെണ്ണം ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് മധുരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമുക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കുക. അടിപൊളി. ഓക്കെ, എന്താണ് അനിയത്തി വരുമ്പോൾ ആകാംക്ഷ? അവർക്ക് ഒരു ഇടിയൊക്കെ കിട്ടണം. കിട്ടണം. അടിപൊളി. അപ്പൊ സോണി എന്താ ചെയ്യുന്ന അറിയോ? സോണി ഒരു നേഴ്സാണ്, ഒരു മാലാഖിയാണ് അല്ലെ? വേറൊരു സംഭവം ഉണ്ട്. അതായത് ഈ സോണി പഠിക്കുന്ന കോളേജില് സോണിയെ കാണാൻ വേണ്ടിട്ട് സോജി പോകുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് സോജിയുടെ ഭർത്താവ് ലൈൻ അടിച്ചിട്ട് സോജിയെ കെട്ടിയത്. ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ എല്ലാ കഥകളും ആ കഥ നമുക്ക് സത്യസന്ധമായിട്ട് അന്ന് കള്ളം പറഞ്ഞത് ഇവിടെ അറിയാം. എന്താണ് ആ കഥ? വരുമ്പോ അവിടുത്തെ മാനേജറാണ് ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ്. അങ്ങനെ ലവ് ചെയ്ത്. ഓക്കെ, ഈ ചേച്ചി മത്സരിച്ച് കഴിഞ്ഞിട്ട് ഈ മത്സരത്തിൽ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞാണോ വിട്ടെ? അന്ന് ചേച്ചി ഏത് ടീമിലായിരുന്നു? ബി ടീമിലായിരുന്നു. എന്റെ ടീമിലായിരുന്നു. എന്റെ ടീമിൽ തന്നെ വിട്ടു. അത് ജയിച്ചോ? നമ്മൾ ജയിച്ച ടീമാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ്. ആ പാരമ്പര്യം നിലനിർത്തിയില്ലെങ്കിലാണ് ബാക്കി. അത് നമുക്ക് കണ്ടറിയാം. സോ അതിനു മുന്നേ മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത് ഏറ്റവും ശക്തരായ മല്ലന്മാർ. ദാറ്റ് ഈസ് ബാഹുബലി ബോയ്സ്. ബാഹുബലി ബോയ്സ്. സവാരി ഗെയിം കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയാം. എന്നാലും നിങ്ങളെ ഓർമ്മിക്കാനായിട്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്. സവാരി ഗെയിമിൽ ഇവിടെ ഒരു പാത്ത് വേ കാണാം. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ബക്കറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ബക്കറ്റ് ഉണ്ട്. 12 ബക്കറ്റ് വെള്ളം ഇവിടെ നിറച്ചിട്ടുണ്ട്. ടീം എയിൽ നിന്ന് ആദ്യം എല്ലാവരും വരും. ഒരാൾ പോകുന്ന സമയത്ത് 2 ബക്കറ്റ് വെള്ളമായിട്ട് പോവുക. അപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം നേരെ ആ കാണുന്ന ബക്കറ്റുകളിൽ ഫില്ല് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്യുന്നത് ഏത് ടീമിന്റെ ബക്കറ്റ് ആണോ അവർക്ക് കിട്ടും 300 പോയിന്റ്. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും. പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് ബക്കറ്റും വെള്ളം താഴെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ആ ബക്കറ്റ് തിരിച്ചെടുത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങി പോയി തിരിച്ചു വന്നാൽ മാത്രമേ സ്വന്തം ടീമിൽ നിന്ന് അടുത്ത ആളിന് പോകാനുള്ള അവസരം കിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ആരാണോ ഏത് ടീമാണോ നിറയ്ക്കുന്നത് അവർക്കാണ് പോയിന്റ് കിട്ടുന്നത്. 300 പോയിന്റ്സ് ആണ്. സവാരി ഗിരിഗിരി മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്ഷണിക്കാം ടീം എ. പ്ലീസ് കം. ഈ കുട്ടിക്ക് മനസ്സിൽ ഒരു വാശി ഉണ്ടെന്നറിയാമോ? നമ്മൾ ആ കുട്ടിക്ക് ഡാൻസ് അറിയാൻ ഇവിടെ വിളിച്ച് കളിപ്പിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ഇത്രയും അതിനേക്കാളും നന്നായിട്ട് ഡാൻസ് എന്നെ വിളിച്ചില്ല. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വാശി തീർത്തല്ലേ? അങ്ങനൊന്നുമില്ല. ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, വെസ്റ്റേണും പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞൂല്ല. അങ്ങനെയല്ല, ഞാൻ സ്പോർട്സിലും ആർട്സിലും, അതായത് സ്പോർട്സില് ഞാൻ ചാമ്പ്യൻ ആണെങ്കിൽ ആർട്സില് കലാതിലകമായിരുന്നു. പിന്നെ പഠിത്തത്തിൽ ഞാൻ ഒട്ടും വിട്ടിട്ടില്ല, ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു. അതാണ് കുഞ്ഞിലെ മുതൽക്ക് എന്താണ് ഇതിനു വേണ്ടി കഴിക്കുന്നത്? അങ്ങനൊന്നും ഇല്ല. സാധാരണ ചോറും കഞ്ഞിയും തന്നെ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് അർപ്പണബോധം. അതെ, അതായത് കുട്ടിയെ എടുത്തിട്ട് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പറക്കും, വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നീന്തും, എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ. നമ്മൾ എന്തൊരു
കാര്യവും നമ്മൾ ചെയ്ത് നോക്കണം. അതായത് അപ്പോഴേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതെ, അല്ലെ? അതെ. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നമ്മുടെ മത്സരം സവാരി ഗിരിഗിരിയിൽ വെള്ളം നിറയ്ക്കലാണ് പണി. അതും അർപ്പണ ബോധത്തോടു കൂടി ആത്മാർത്ഥത്തോടു കൂടി ചെയ്യണം. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ഓക്കെ എന്നിൽ അർപ്പിച്ച Okay, thank you. കൃത്യത്തെ ഞാൻ വളരെ കൃത്യമായി നിർവഹിക്കുമെന്ന് ഇതിനാൽ വാക്ക് തന്നുള്ളൂ. ഓക്കെ താങ്ക് യു. ഓക്കെ, ആദ്യം നമുക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഈ ഒരു കലാകാരി തന്നെ നമുക്ക് ആദ്യം വിടാം. ദാറ്റ് ഈസ് അമൂല്യ. അമൂല്യ, all the best. Your time starts now. 3, 2, 1, go. അമൂല്യ, ഞാൻ ചോദിക്കുന്ന ചിറകുകളുണ്ട്, ഇവിടുന്ന് പറക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് പറയേണ്ട ആവശ്യം വന്നില്ല, അവര് തന്നെ എന്നെ അങ്ങ് പക്ഷേ പറപ്പിച്ചു. ഞാൻ തമാശക്ക് പറഞ്ഞെങ്കിലും ഇത്രയധികം ആത്മാർത്ഥമായിട്ട് മത്സരിച്ച ഒരു കണ്ടസ്റ്റന്റിനെ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ വീണ് കഴിഞ്ഞ് എന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാലും ഇതാണ് ഒരു സ്പോർട്സ് എനിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഇത്. താങ്ക് യു. മലപ്പുറത്തിന്റെ മുത്ത് മുബീനെ അടുത്തതായിട്ട് കണ്ടല്ലോ, അംഗത്തിലേക്ക് ഇറങ്ങുന്നു. കുട്ടി കണ്ടല്ലോ വെള്ളം നിറച്ചത്. മുബീന, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. വീട്ടിൽ പണിയൊന്നും എടുക്കാറില്ല, ശോ. പണിയെടുക്കാറുണ്ട്. പിന്നെ എന്താ ഈ വെള്ളവും ബക്കറ്റ് കൊണ്ടത് കളഞ്ഞത്? ഈ മലപ്പുറത്തുകാര് പൊതുവെ മൊഞ്ചത്തിമാരാന്ന് പറയുന്നത്. അവരധികം അധ്വാനിക്കാറൊന്നുമില്ല അല്ലെ? അല്ല, സത്യണ്ടാ? എന്നിട്ട് അതൊന്നും കണ്ടില്ലല്ലോ ഇവിടെ. എന്താ പറ്റി? അവർക്ക് ശമ്പളം കൊടുത്തിരുത്തിക്കുന്ന അതിനാണ്. ഓക്കെ, അടുത്ത ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു ഷൈനി. എന്തെങ്കിലും പറയാനുണ്ടോ? ഷൈനി ബിൽസിനെ പോലെയാണോ? ഞാൻ അപ്പുറത്തേക്ക് എത്തുമെന്നുള്ളത്. അതായത് അല്ല, അവരപ്പുറത്ത് എത്തിയില്ലെങ്കിൽ അവരെത്തിക്കും, അതാണ് മെയിൻ കാര്യം. ഷൈനി വിൽസനെ ഓർമ്മിച്ചുകൊണ്ട് ദേ ബക്കറ്റ് പിടിച്ചോ. ഓക്കെ ഷൈനി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ഷൈനി ഇവിടുന്ന് കറക്റ്റ് നീങ്ങി പോയി പെട്ടെന്ന് എത്തി. പക്ഷെ ബക്കറ്റും വെള്ളം ആദ്യമേ കളഞ്ഞിട്ടാണ് പോയത്. എന്താണ് മത്സരത്തിനെ കുറിച്ച് മറന്നുപോയോ ഷൈനി? മത്സരം കുറച്ച് മറന്നുപോയതല്ല. മത്സരം കുറച്ച് മറന്നുപോയി. ഒരുമാതിരി എന്താ പുഴയെന്നൊക്കെ തോട്ടന്നൊക്കെ കിട്ടുന്ന മീനിന്റെ അവസ്ഥയായിരുന്നു. ഇങ്ങനെ വഴുതി പോവായിരുന്നു. തോട്ടിൽ കിട്ടുന്ന വരയാലിനെ പോലെ അല്ലേ? വഴുക്കി കിട്ടുന്നില്ല, കയ്യിൽ പോവുകയായിരുന്നു. ഓക്കെ, എന്തായാലും ബക്കറ്റും വെള്ളം പിടികിട്ടുന്ന ഒരാൾ നമ്മുടെ ടീമിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് ആ കുട്ടിയിൽ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾ നിങ്ങളുടെ തുറുപ്പ് ചീട്ട് ഇറക്കുന്നു. പക്ഷേ ഇത്തവണ തുറുപ്പ് ചീട്ട് കീറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ലല്ലോ, പ്രോമിസ്, നമ്മൾ തിരിച്ചു വരും. ഞങ്ങൾ എന്നെ കൊണ്ടുപോകും. ഈ പ്രാവശ്യവും ഞാൻ ശ്രമിക്കും. ഓക്കെ, പക്ഷേ ഈ പ്രാവശ്യം നടക്കില്ല, ഞാൻ 100% ഉറപ്പാണ്. നടന്നാലും നടന്നില്ല, ആ കുട്ടിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അമൂല്യ, Your time starts now. 3, 2, 1, go.
ടീമേയിൽ നിന്ന് മലപ്പുറത്തെ മുത്ത് മുബീന വരികയാണ്. മുബീന, ഓൾ ദ ബെസ്റ്റ്. മലപ്പുറത്തിന്റെ മൊഞ്ചത്തി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. എന്തായാലും ആദ്യം മുബീനെ പോയപ്പോൾ പറ്റിയില്ലെങ്കിൽ രണ്ടാമത് മുബീനെ തെളിയിച്ചു. അതുപോലെ ഷൈനിയും രണ്ടാമതാണ് എനിക്ക് എന്റെ പ്രതീക്ഷ. ഷൈനി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങളത് നിറയ്ക്കൂന്ന്. ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ഇനി എന്റെ ടീമും വരാനുണ്ട്. Okay. അധികം നല്ല എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കും ചെയ്തു. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ Okay. ഫീൽ ചെയ്തു. ഇവിടെ എന്തോ ഷൈനിക്ക് എന്തോ ഷൈനി ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. എങ്ങനെയോ മറ്റേ തേങ്ങ വീണ് കുറുക്കൻ ചെത്തെന്ന് പറഞ്ഞ പോലെ അല്ലേ? സൂപ്പർ. എന്തായാലും സൂപ്പർ. good. അടിപൊളിയാക്കി. ആവേശഭരിതമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ടീം ബി ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നിങ്ങളും ഒന്ന് ആകാംക്ഷയോടെ ഇരിക്കൂ. ദിസ് ഇസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing boing. Boing boing. ആവേശത്തിന്റെ അമിട്ട് പൊട്ടുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പോൾ ഒന്നാമത്തെ റൗണ്ട് സവാരി ഗിരിഗിരിയിൽ ഇതിവിടെ അവസാനിച്ചു. നമ്മുടെ ടീം എ അത്രയും വലിയൊരു വെള്ളമൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ടീം ബിയുടെ അംഗപ്പുറപ്പാടുള്ള സമയമാണ്. ഞങ്ങൾ അതിന് മുകളിൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ടീം ബി, വെൽക്കം. പ്ലീസ് കം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ടീം എയുടെ മത്സരം ഇവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ 3 പേരും ഭയങ്കര ചിരിയായിരുന്നു. ഒരു നിമിഷം പോലും മിണ്ടാതിരുന്നില്ല. കാരണം അപ്പോഴല്ലേ ഞാൻ ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ? നന്നായിട്ട് ആസ്വദിച്ചു. അങ്ങനെയല്ല. അങ്ങനെയല്ല, മറ്റൊരാൾ വീഴുന്നത് അടിയുള്ളത് കാണുമ്പോൾ ചിരി വന്നു. ആ സമയത്തല്ലടാ ചിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ സ്വയം വന്നിട്ട് കരയേണ്ട അവസ്ഥയായിരിക്കും. അല്ല, നിങ്ങളുടെ അവസ്ഥയെ പറ്റി അപ്പൊ ചിന്തിച്ചില്ല. എങ്ങനെയുണ്ട് അവരുടെ മത്സരം കഴിയുമ്പോൾ എന്താ തോന്നുന്നത്? ടഫ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ടീം ബി ആണ് സവാരി ഗിരിഗിരിയിൽ ഇവിടെ ബക്കറ്റും വെള്ളമായിട്ട് പോകാൻ പോകുന്നത്. നമുക്ക് അവർക്ക് ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ മത്സരം തുടങ്ങാം. ടീം ബിയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്നു. ആരാ വരുന്നത്? ആദ്യം ആരാ വരുന്നത്? ഞാൻ വരാന്ന്. ഏറ്റെടുത്ത് കുട്ടി അശ്വതി. ടീം ബിയിൽ നിന്ന് ആദ്യം വരുന്നു അശ്വതി. അശ്വതി, your time starts now. 3, 2, 1 go. Go. ഇരിക്ക്. നിരങ്ങിപ്പോ അശ്വതി. Riya, all the best. Your time starts now. 3, 2, 1 go. എന്താണ് ഉള്ളത് കളഞ്ഞു, അതിലുള്ളത് കളഞ്ഞു. Sorry, all the best. Your time starts now. 3, 2, 1 go. Ding dong ding dong dong ding dong. Ding dong ding dong ding dong dong ding dong. Ding dong. Ding dong ding dong dong ding dong. Ding സെന്റർ പോട്ടെ. കിട്ടും. സോണി പോ.
വെരി ഗുഡ്. അടുത്ത് വരാൻ പോകുന്നു ടീം ബിയിൽ നിന്ന് വീണ്ടും ആരാണ് ആ ചുണക്കുട്ടി? അശ്വതി. അശ്വതി. ആഷ്, all the best. നഷ്ടപ്പെടുത്തരുത് അശ്വതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. Go. Go. ടീം ബിയിൽ നിന്ന് സവാരിഗിരി മത്സരത്തിനായിട്ട് അടുത്ത് വരാൻ പോകുന്നു റിയ. ഓൾ ദ ബെസ്റ്റ്. റിയ വലിയ പ്രതീക്ഷയുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. Super. Good finish. Nice finish. Again, Sony, all the best. Your time starts now. 3 2 1 go. പൊക്കി പിടിക്ക്. വീഴാതെ പോണം. Okay, very good. Good finish. പോയിന്റ് ഗെയിമില് ആദ്യമായിട്ടൊരു 20-20 മത്സരം നടന്ന ഫീൽ ആയിരിക്കും. കാരണം ഇത് നമുക്ക് ആദ്യത്തെ ടീം നല്ല സ്കോർ എടുത്തു, പുറകെ വന്ന ടീം ആഞ്ഞു പൊട്ടിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഒരു ടൈ പൊസിഷനാണ് ഫീൽ ചെയ്യുന്നത്. എന്നാലും നമുക്ക് അവിടെ പോയി മെഷർ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ടീം എ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ടീം എ പ്ലീസ്. ഇവിടെ ടീം എ വന്നിരിക്കുകയാണ്. ഇവർക്ക് ഒരു താത്വികമായിട്ടുള്ള ഒരു അവലോകനത്തിന്റെ സമയമാണ്. അവിടെ എന്തോ പറയാനുണ്ട്. പറയൂ, നിങ്ങൾ അവലോകിക്കൂ. ഇത് കണ്ടിട്ട് ആരാണ് ജയിച്ചത്? വന്നപ്പോഴേ ഒരു ചിരി ഞാൻ കണ്ട്. അത് എനിക്കിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. വന്നപ്പോഴേ ആ ചിരി കണ്ടപ്പോഴേ മനസ്സിലായി. ഇനി ഉണ്ടല്ലോ മത്സരം. അപ്പൊ ഞാനും സൂരജും പോയിട്ട് വാട്ടറിന്റെ ക്വാണ്ടിറ്റി ഒന്ന് മെഷർ ചെയ്തിട്ട് വരാം. വരൂ സൂരജ്. ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ ഒരു സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വിജയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് വളരെ ധൈര്യമായിട്ട് ഞാൻ തന്നെ പറയുകയാണ്. ടീം ബി ആണ് മത്സരത്തിൽ വിജയിച്ചത്. അവർക്ക് കിട്ടുന്ന 300 പോയിന്റ്സ്. എന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കാം. ആഘോഷം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീചാർജ് ചെയ്തിട്ട് അടുത്ത മത്സരത്തിൽ നമുക്ക് ഇവരെ കടത്തി തോൽപ്പിക്കാം. നമുക്കൊന്ന് റീചാർജ് ചെയ്യാനായിട്ടൊരു മ്യൂസിക് പ്ലീസ്. കിലിക്കി രഹ കിലിക്കി പിപ്പി ഫിലിഫി ജിബ്ല ക്രോയ്ക്ക് ഉന്നോട് നോമുവോ ചാവോ ഡംബാ ഡംബാ ബുഗോ കിലിക്കി
ടീം എ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വരാം. അതിനായിട്ട് നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ബോയ്, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing, boing. Boing, boing. യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ബോയിങ് ബോയിങ്ങിന്റെ അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള ആ ഒരു പ്രവേശനമുള്ള സമയമായി. അതായത് മത്സരത്തിന്റെ പേരാണ് തലയുടെ മന്ത്രം. തലയുടെ മന്ത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് കാണാം, ഒരു ബോർഡർ ലൈൻ കാണാം, രണ്ട് സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്ന സമയത്ത് മറ്റേ ടീമിൽ ഓപ്പോസിറ്റ് വീണ്ടും ഒരാൾ വരും. രണ്ടുപേരും റോളിംഗ് ട്യൂബിൽ ഇരിക്കുക, രണ്ടുപേരും ക്രോസ് ചെയ്യുക. ആരാണ് ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് 50 പോയിന്റ് ആണ്. ഇനി ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിട്ട് കയ്യിലുള്ള പില്ലോ വെച്ചിട്ട് മറ്റേയാൾ അടിച്ചിടുകയോ അല്ലെങ്കിൽ അയാളുടെ പില്ലോ താഴേക്ക് കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ 100 പോയിന്റ് എക്സ്ട്രാ കിട്ടും. ടോട്ടൽ 150 പോയിന്റ് ഒരാൾക്ക് നേടാൻ പറ്റും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പില്ലോ വീഴുന്ന അയാൾ വീഴുന്നതിന് ശേഷം ഓപ്പോസിറ്റ് ടീം കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, പില്ലോ പോകാതെ സൂക്ഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ അതാണ്. ടീം എയിൽ നിന്ന് തലയുടെ മന്ത്രം ചൊല്ലാനായിട്ട് വരാൻ പോകുന്നു അമൂല്യ. ആൻഡ് ടീം ബിയിൽ നിന്ന് അശ്വതി. അശ്വതി, അമൂല്യ, all the best. Your time starts now. 3, 2, 1, go. തലയുടെ കളയരുത്. അശ്വതി എന്തോ പുസ്തകം പിടിക്കുന്ന പോലെ തലയുടെ പിടിക്കുന്നത്. കളയരുത്. തള്ളിയിട്. പില്ല പോകരുത്. അയ്യോ. ഓക്കെ. അമൂല്യ, ഇതൊരു മത്സരമാണ്, അതൊക്കെ ശരി തന്നെ. ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. ഇത് കേരളത്തിലെ എത്ര വീട്ടമ്മമാരും അമ്മമാരും കണ്ടോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ ഇരുന്നപ്പോ എനിക്ക് പ്രത്യേക ഒരു എനർജി തോന്നി, അതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. ഈ സിനിമയിലെ സീരിയലിലൊക്കെ വില്ലത്തിയായിട്ടാണ് അഭിനയിച്ചത്. ആഗ്രഹമുണ്ട്, വില്ലത്തിയായിട്ട് ആരും വിളിക്കുന്നില്ല, കോമഡിയാണ്. ഇവിടെ കണ്ടു അത്. അമൂല്യ പറയുന്നത് എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുക. അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചിട്ടു. അതെ, അശ്വതി പറയും. അശ്വതിക്ക് എന്താ പറ്റിയ? ഈ ചേച്ചി ഭയങ്കര ഉപദ്രവമായിരുന്നോ? ഇത്രയും കോച്ച് ചെയ്ത് വിട്ടതാണ് അശ്വതിയെ. അതല്ല, കുസ്തിക്കാരിയോട് എന്നെ വിടണു. ഈ ബയൽമാൻ ഗുസ്തിക്കാരിയുടെ എന്നെ വിട്ടത് സൂര്യചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ മഹാപാപം. സോറി, ഞാൻ അതിൽ ഖേദിക്കുന്നു. പക്ഷേ ഗുസ്തിക്കാരി ഇവിടെ എന്തൊക്കെ സാധിച്ചു എന്നുണ്ടാ. ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് 50 പോയിന്റ്, തലേന അടിച്ചിട്ട് 100 പോയിന്റ്, അങ്ങനെ ടോട്ടൽ ടീം എക്ക് കിട്ടിയിരുന്നത് 150 പോയിന്റ്. നല്ലൊരു കൈഡി. ഇനി ഗുസ്തിക്കാരിയും സാധാരണക്കാരിയും തമ്മിലുള്ള ഡാൻസ്. റൗണ്ട് ബോയിങ് ബോയിൽ കഴിയുമ്പോൾ ടീം എക്ക് കിട്ടിയിരിക്കുന്ന 150 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈഡി. ടീം ബി 0 പോയിന്റ് ആണ്. ടീം ബി 0-ലാണ്, പക്ഷേ തിരിച്ചു പിടിക്കണം. പിടിച്ചിരിക്കും. ഓക്കെ, മാർക്ക് തിരിച്ചു പിടിക്കോ പിടിക്കത്തില്ല നമുക്ക് കണ്ടറിയാം. അതിനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു മുബീന. ടീം ബിയിൽ നിന്ന് റിയ. All the best, Mubina and Ria. Your time starts now. 3, 2, 1, go. എന്താ
ചെയ്യാ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു, നമ്മൾ അടിച്ചിട്ടു, പക്ഷെ നമ്മൾ ആ റെഡ് ക്രോസ് ചെയ്തില്ല. അതിനുശേഷം സമയം ഉണ്ടായിരുന്നില്ല, ഒന്ന് ക്രോസ് ചെയ്തുകൂടായിരുന്നോ? 50 പോയിന്റ് വെള്ളത്തിൽ കളഞ്ഞു. റിയ, എനിക്കൊരു കാര്യം മനസ്സിലായത്, അശ്വതി ഇവിടുന്ന് വന്ന് ചേച്ചിയെ മറ്റു ടീമിൽ നിന്ന് അടിച്ചിടുന്ന സമയത്ത് ആ വാശി തീർത്തതാണോ? ചെറുതായിട്ട്. പക്ഷെ ആ പാവപ്പെട്ട മുബീന എന്തിനാണ്? മുബീന അതുപോലെ ഈ തൃശ്ശൂർ പൂരം കാണാൻ പോയതുപോലെയാണല്ലോ പോകുന്നത്, ലാവിഷായിട്ട് ഇങ്ങനെ ചുമ്മാ അത് ബാക്കിൽ തള്ളി വിടറായിരുന്നു കുട്ടി, അതുകൊണ്ടാണ്. അതെന്താ നീങ്ങാത്തെ? നീങ്ങുന്നില്ല അല്ലേ? പക്ഷെ എന്തായാലും സംഭവം കഴിയുന്ന സമയത്ത് ചെറിയൊരു അബദ്ധമാണ് എന്റെ കുട്ടിയുടെ ഭാഗത്ത് പറ്റിയത്. അതുകൊണ്ട് 50 പോയിന്റ് വെള്ളത്തിൽ പോയി. എന്നാലും കുഴപ്പമില്ല, ടീം ബി നേടി 100 പോയിന്റ്. ടീം ബിക്ക് ബോർഡർ ലൈൻ ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവർ ആ ബോർഡർ ലൈൻ കറക്റ്റ് മാർക്കിൽ വന്ന് നിന്നത് കൊണ്ട് 50 പോയിന്റ് അവർ കിട്ടിയില്ല. പക്ഷെ കിട്ടിയിരിക്കുന്ന ഓപ്പോസിറ്റ് ടീമിന്റെ ആളുടെ തലേണ വെള്ളത്തിൽ പോയത് കൊണ്ട് 100 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. മ്യൂസിക് പ്ലീസ്. ഗുഡ് ജോബ്. തലയുടെ മന്ത്രത്തിന്റെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് വരാനുള്ള ടൈമായി. ടീം എയിൽ നിന്ന് തലയുടെ മന്ത്രം ചൊല്ലാനായിട്ട് വരുന്നു ഷൈനി. ടീം ബിയിൽ നിന്ന് വരുന്നു സോണി. Okay, your time starts now. 3, 2, 1, go. എന്താ ചെയ്ത സോണി ട്യൂബിൽ കയറിയപ്പോ അങ്ങ് എല്ലാം മറന്നുപോയി. ഞാൻ അങ്ങേട്ട് കോച്ചിങ് കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ കൊടുത്തു വിട്ടു, എന്നിട്ട് ഒന്നും നടന്നില്ല. എന്താ ചെയ്ത? എന്താ പറ്റിയ സോണി? പറയൂ, എക്സ്പീരിയൻസ് പറയും. പെട്ടെന്ന് നീങ്ങാൻ പറ്റിയില്ല. പെട്ടെന്നൊന്നും പറ്റാത്തോണ്ട് തന്നെയാണ് ജീവിതം ഇല്ലാണ്ടായി പോണത്. ഷൈനിക്ക് എന്താ പറയാനുണ്ട്? ഷൈനി, ഈ കുട്ടി മുന്നോട്ട് കുതിച്ചു വരുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ കുതിച്ചു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. കുതിച്ചപ്പോൾ കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് അറിയാമോ? 150 പോയിന്റ് ആണ്. കാരണം ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു, മാത്രമല്ല ഓപ്പോസിറ്റ് ആളെ അടിക്കുന്നതിന് മുന്നേ പില്ലോ താഴെ പോയി. അതുകൊണ്ട് 100 കൂടെ കിട്ടി 150 ആണ് ടീം എക്ക് എടുക്കുന്നത്. നല്ലൊരു കൈ പ്ലീസ്. അങ്ങനെ ടോട്ടൽ 2 റൗണ്ടുകൾ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 300 പോയിന്റ്, ടീം ബി നേടിയ 400 പോയിന്റ്സ് ആണ്. പക്ഷെ മത്സരം ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മത്സരം ഗംഭീരമായിട്ട് കാണാൻ ആസ്വദിക്കാൻ പോകുന്ന മത്സരം വരാൻ പോകുന്നുള്ളൂ. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. മത്സരിക്കുന്നവരുടെയും കാണുന്നവരുടെയും എനർജി എവറസ്റ്റ് കയറ്റുന്ന ഗെയിം ഷോ, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അത് മാത്രമല്ല, മത്സരിക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്നതും ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതായിട്ടുള്ള ഗെയിമാണ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് താമരശ്ശേരി ചുരം. ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Sony, good job. Sony, good job. Sony, ball കളയരുത്.
ഗുഡ് ജോബ്. സൂപ്പർ. ബോൾ എടുക്ക്. Last 2 minutes. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. താമരശ്ശേരി ചുരം ഇനി ഇറങ്ങാനുള്ള സമയമാണ്. കുറച്ചുപേർ മാത്രമാണ് താമരശ്ശേരി ചുരം കീഴ്പ്പെടുത്തിയത്. ടീം എയിൽ നിന്ന് എല്ലാവരും കീഴ്പ്പെടുത്തി. ഓക്കെ മക്കളെ ഓരോ കാരത്തിൽ ചില്ലി ഇവരി തൊട്ടാമത്തെന്ത കരുമ്പാവ வாசத்தில் மல்லி இவ உனக்காக மட்டும்தான் பூத்து நிற்ப பஞ்சாபி பீசாவா பாலக்கல் பாஸ்தாவா இட்டாலி இட்லியா ஃபியூஷன் இவ ஹாலிவுட் ஃப்ளைட் டெல்லி பாலிவுட் ட்ரெயின் மாறி காலிவுட் எனக்காக வந்தவளே ബോയിന്റെ ആവേശപൂർവ്വമായിട്ടുള്ള താമരശ്ശേരി ചുരം മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ടീം എയിൽ നിന്ന് ചുണക്കുട്ടികൾ 3 പേര് കയറി. അടിപൊളി. ടീം ബിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ കയറാൻ സാധിച്ചുള്ളൂ. സൂരജ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കുട്ടികളെ ഞാൻ കൈ കൊണ്ടോ കാല് കൊണ്ടോ നാവ് കൊണ്ടോ അല്ല മോട്ടിവേറ്റ് ചെയ്ത്, ഹൃദയം കൊണ്ടായിരുന്നു. നിങ്ങളുടെ ഹൃദയം കണ്ടില്ല. അത് സൂരജ്, എന്റെ ടീമില് അമൂല്യക്ക് അത് ഭയങ്കര പരാതിയാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം മറ്റേ ചേട്ടൻ ആ ടീമിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേട്ടൻ മാത്രം ഒന്നും പറഞ്ഞു തരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ടീം വിജയിക്കുമെന്ന്. അമൂല്യ പറഞ്ഞതിന് ശേഷം കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അമൂല്യ, ഞാനും വിചാരിച്ചില്ല കയറുമെന്ന്. പക്ഷെ ഞാൻ ചേട്ടനോട് ശരിയാണ്, ഞാൻ പരാതി പറഞ്ഞു. ഞങ്ങൾക്ക് മാത്രം ഒരു എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നില്ല. മീൻസ് എല്ലാരും കൂടെ നിൽക്കുമ്പോ ഉള്ള സപ്പോർട്ടേ ഉള്ളൂ. പക്ഷെ ആ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് കാര്യമില്ലാതായി പോയില്ലേ. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടു, പക്ഷെ ഇവര് കണ്ടില്ല. അവര് കണ്ടില്ല. എന്തായാലും എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തോന്ന്, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ആള് പറയൂ, എങ്ങനെയുണ്ട് മുബീന? എൻജോയ് ചെയ്തു. നല്ല രസം. അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു. ഓക്കെ, അടുത്ത ആള് ഷൈനി. തിളങ്ങിയോ? ആ, നന്നായിട്ട് തിളങ്ങാൻ പറ്റി. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കായിരുന്നു ഇതിൽ വന്നില്ലെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയുന്നത്? നിന്റെ തല ഇങ്ങനെ കുനിഞ്ഞിരിക്കില്ലേ? മുകളിലോട്ട് ഉയർത്തി പറ. എന്റെ തലയുടെ കുനിയുന്നു. എങ്ങനെയുണ്ട് ബോയിന്റെ ഷോ അവസാനിക്കുമ്പോ എന്താണ് ഫീൽ? മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. മിസ് ചെയ്യോ ഈ ഒരു എന്താ പറയാ? മിസ് ചെയ്യില്ലേ? എന്നെ മോട്ടിവേഷൻ മിസ് ചെയ്യോ? എന്നെ മിസ് ചെയ്യോ? പിന്നെ ഭയങ്കരമായിട്ട് ഒന്നുമില്ലെങ്കിൽ അതങ്ങ് ആയല്ലോ. ഓക്കെ, അടുത്ത ആള് എങ്ങനെയുണ്ട് റിയ? പിന്നെ പോയി കസിൻസ് ആയിട്ട് വന്നിട്ട് എന്താ കാര്യം? സോണി എല്ലാത്തിനും ഭയങ്കര കാരണം അത് ചേച്ചിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കോച്ചിങ് നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ എന്റെ മോട്ടിവേഷനും നല്ലതുപോലെ എൻജോയ് ചെയ്തു. വളരെ നല്ല. ഇനി കുടുംബത്തിൽ ആരാണ് പറഞ്ഞേക്കാൻ പോകുന്നത്? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ആവേശവും രസകരമായിട്ടുള്ള മത്സരം ഇന്നേക്ക് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയണ്ടേ? ഓക്കെ, ടീം എ ആദ്യ മത്സരം സവാരിഗിരി മത്സരം കഴിയുമ്പോൾ ടീം എ അവിടെ ഒന്ന് പാളിപ്പോയി 0 പോയിന്റ് ആണ്. ടീം ബി നേരിടുന്ന 300 പോയിന്റ്സ് ആണ്. അത് നല്ലൊരു സ്റ്റാർട്ടായിരുന്നു.
രണ്ടാമത്തെ മത്സരം തലേണ മന്ത്രത്തിൽ ടീം എ 300 നേടിയപ്പോൾ ടീം ബി 100 പോയിന്റ്. മത്സരം എപ്പോഴും മാറി മറിയുന്ന ഇവിടെ തന്നെയാണ് അവസാനം. അതാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിൽ ടീം എ നേടിക്കുന്ന 600 ആൻഡ് ടീം ബി 200. അവിടെ കയ്യിൽ നിന്ന് ടോട്ടൽ പോയി. ഇനിയാണ് നമ്മുടെ അന്തിമ വിജയി എന്നുള്ള ടീം എ ആണ്. അവർ നേടിക്കുന്നത് 900 പോയിന്റ്സ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ടീം ബി നേടിക്കുന്ന 600 പോയിന്റ്സ് ആണ്. അവർക്ക് നല്ലൊരു കൈയടി. നമുക്ക് തൽക്കാലം ഈ കയ്യടിയേ ഉള്ളൂ. ഓക്കെ, വിജയായിട്ടുള്ള വിന്നിംഗ് ടീം കിട്ടുന്നത് ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗംഭീര ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. വിന്നിംഗ് ടീമായ ടീം എ കിട്ടുന്നത് ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. അപ്പൊ റണ്ണറപ്പ് ആയിട്ടുള്ള ടീം ബിക്ക് കൊണ്ട് സമ്മാനം നിങ്ങൾ എന്തായാലും വെറുതെ വിടില്ല. ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ടീം ബി കിട്ടുന്നത് ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ടീം ബിക്ക് ലഭിക്കുന്നു ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മത്സരം അവസാനിക്കുമ്പോൾ പതിവ് പോലെ ഇന്നത്തെ മത്സരത്തിനും ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ട്. അതാരാണെന്ന് ഞങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ പോലെ വ്യക്തമാണ്. എല്ലാ റൗണ്ടുകളിലും കിടലിനായിട്ട് പെർഫോം ചെയ്തു, നല്ല എനർജി കാണിച്ചു. അങ്ങനെ ടോട്ടലി ഒരു അടിപൊളി പെർഫോമറായി മാറിയ സോണിക്ക് കിട്ടുന്നത് സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്. കൺഗ്രാറ്റുലേഷൻസ് സോണി. ഈ ഉത്സവ മാമാകത്തിന്റെ കൊടിയിറക്കത്തിനുള്ള സമയമാണ്. മറ്റൊരു ദിവസം കൂടി ഞങ്ങൾ വീണ്ടും ഉയർത്തുന്നതാണ്. അതുവരെയ്ക്കും this is Boy Boy, it's me Deepan signing off. Bye bye. And Suraj. Take care. Good night.